ചെമ്പഴന്തി എസ് എൻ കോളേജിലെ എൻ്റെ കൂടെ പഠിച്ച രജനീഷിൻ്റെ കല്യാണത്തിന് പോണ പോക്കാണ് സംഭവം. രജിസ്റ്റർ മാരേജ് ആണെങ്കിലും റിസപ്ഷനുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് ഫ്രണ്ട്സിനെ കാണാം. 11 വർഷത്തിന് ശേഷം എപ്പോഴും ഊക്കുവാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ കൂട്ടുകാരി മുക്കുമനിഷ എന്നറിയപ്പെടുന്ന നിഷ മോഹൻ. ഇവൾ കാറോടിക്കും, ബസ് ഓടിക്കും, വിമാനോടിക്കും. ഞാൻ ഞെട്ടിപ്പോയി. വേണമെങ്കിൽ ഹോണക്കടിച്ചിരാട്ടാന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതാണ് അഞ്ജന. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എൻ്റെ വൈകുന്നേരം ചെറ്റ വർത്തമാനം പോലും വരില്ല എന്ന് പറയുന്നത്. ദാറ്റ് CBC ഫ്രം ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂൾ. ഇവളെ നമ്മൾ വഴിയിൽ നിന്ന് എടുത്തതാണ് CB. നമ്മളെ കൂട്ടത്ത് കണ്ണുവിടാതിരിക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ് അവൾ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇവനാണ് മണവാളൻ രജനീഷ്. ഇവൻ്റെ ചായയും കുടിച്ചുള്ള നടപ്പ് കണ്ടാത്തൊന്ന് വേറെ ആരുടെയും കണ്ടേ കല്യാണമാണെന്ന്. ഫോണൊക്കെ വിളിച്ച് വളരെ ബിസിയാണ്, നടത്തിപ്പുകാരനെ പോലെയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ പോയി ചായ കുടിച്ചു, കട്ട്ലറ്റ് എടുത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഒരുപാട് സ്നാക്സ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് ഈ കൂട്ടിയെടുത്ത്, എന്നിട്ട് അതിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ്. നമ്മൾ ഒരിക്കലും മിസ് ചെയ്യില്ല. എല്ലാ കല്യാണം മുടങ്ങാതെ പോകുന്ന ടീമുകളാണ് നമ്മൾ. പിന്നെ ഇതൊരു പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടാണെന്ന് പറയാം. ഈ തള്ളച്ചന്മാരെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് എൻ്റെ ഉൾപ്പെടെ. അങ്ങനെ ഞാൻ കളിയാക്കിയാണ്. കല്യാണ പെണ്ണ ഒരു മൂലക്കിരിപ്പുണ്ട്, നീ എന്ത് ഉദ്ദേശിച്ചാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എങ്ങും ഇട്ടു പോകരുത്, പതി വരട്ടുന്നതാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ. ശ്രദ്ധിച്ച് നോക്കി ഇവരെന്താണ് പറയണമെന്ന് കേട്ടാൽ നമുക്ക് തന്നെ ചിരി വരും. ഈ കുഞ്ചി എവിടെ കൊട്ടേഷൻ വേണം, ക്യാൻഡിഡ് നോക്കി നല്ലതൊക്കെ എടുക്കുക. എങ്ങനെ എടുക്കുന്നു എന്നാണോ പറയുന്ന ടീമുകളുടെ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നവരുടെ ക്യാൻഡിഡ് ഞാൻ എങ്ങനെ എടുക്കും? 3 ആൺതിരികളുടെ അമ്മമാരാണെന്ന് ഒരു ബോധമില്ലാതിരുന്നാണ് കാര്യം പറയുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി ഫോട്ടോ എടുത്തു, പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഒരുപാട് കോളേജിലെ കഥകൾ പറഞ്ഞു. ഈ വരണ വഴിക്ക് തന്നെ നമ്മൾ കോളേജിൽ പഠിച്ച ആരെയൊക്കെ കണ്ടു. ഈ സിബി ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുടെ പോയി നിന്ന് സംസാരിക്കും. നമുക്ക് പകുതി പേര് നമുക്ക് മീൻസ് എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ ഒരുപാട് പേരോട് അത്ര കമ്പനി അല്ലായിരുന്നു അന്ന്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൾ പറയണി ക്യാമറയുടെ ശല്യം കരുതി വലിച്ചു വരെ തിന്നാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ ഇവൾ അംഗത്തും വെട്ടാൻ പോവുകയാണ്, യുദ്ധത്തിന് പോവുകയാണെന്നുള്ള ലാഘവത്തോടെയാണ് പ്ലേറ്റൊക്കെ അടുത്തോട്ട് നീക്കിയിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഹലോ സിനിമയിലെ മറ്റേ അശോകൻ്റെ അവസ്ഥയാണ്. സെബാസ്റ്റ്യൻ എന്ന് വിളിച്ച് കൈ കാണിച്ച് സംസാരിക്കുന്നതല്ല. ഒന്നിൻ്റെ പേരൊന്നും നല്ല ഓർമ്മയൊന്നുമില്ലായിരുന്നു എനിക്ക്. പിന്നെ അവന് ടാറ്റയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറിയപ്പോൾ പിന്നെ റിമി ടോമിൻ്റെ അൺലിമിറ്റഡ് ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരിക്കലും നടക്കാത്ത അടുത്ത ഒരു ഗേൾസ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പാക്കപ്പ് ചെയ്ത് എന്നെ പുറത്തേക്ക് അയച്ചു. പിള്ളേരെ ഞാൻ വീഡിയോ എടുക്കണം. ഞാൻ ഇതുവഴി പോവും. ഈ ടാറ്റ ബൈ ബൈ കേട്ട മനസ്സിലല്ലേ നമ്മുടെ ശരീരമേ വളർന്നോളും, മനസ്സങ്ങ് വളർന്നിട്ടില്ല. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ.